ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെക്ക് എന്തൊക്കെയൊക്കെ തിരക്കായിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഞാനിത് ഒറ്റയ്ക്ക് വരാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഭീഷ്മയിലെ രതിപുഷ്പം എന്ന് പറയുന്ന ഒരു സോങ്. ഈ ഒരു സോങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അതായത് ഇത് എവിടേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിങ് എന്തൊക്കെയോ സംഭവം കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെയോ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സോങ് കണ്ടു കഴിഞ്ഞപ്പോൾ, പടം കണ്ട സമയത്ത് കേട്ടോ, മോനെ ഇത് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ശരിക്കും ഇതൊന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് അധികം പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. സ്വർഗങ്ങൾ സജല സ്വപ്നങ്ങൾ നിന്ദാനമാക്കാം. വരാതെ ഇതിനകത്ത് ശരിക്കും കാണുന്നുണ്ടല്ലോ നമ്മുടെ ഷൈൻ ടോം ചാക്ക ഏകദേശം എന്താ പറയാ, നമ്മുടെ റംസാനെ അത്രയും വായി നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ഓരോ സ്റ്റെപ്പ് പുള്ളിക്കാരൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ മറന്നിട്ട് എന്താ പറയാ അല്ലേ, അതുമാതിരല്ലേ ഇരിക്കുന്നത് ഏകദേശം. അപ്പോൾ ഇതിൻ്റെ വിഷ്വലിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവൽ വിഷ്വൽ എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു വൈബ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വേറൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലോ, രണ്ട് ക്യാരക്ടേഴ്സിന് ഏകദേശം കൊടുത്തിരിക്കുന്ന ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, പ്രത്യേകിച്ച് നമ്മുടെ റംസാൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നതാണെങ്കിലും പണ്ടത്തെ ആ ഒരു ഡിസ്കോ ടൈപ്പ് ഓഫ് സോങ്സ് വരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു റഹ്മാനൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ആക്ടർ റഹ്മാൻ ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ കുറേ എന്താ പറയുക, പറയാതെ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു പുള്ളി ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്, ഷർട്ടാണ് എപ്പോഴും ഇടാറുള്ളത് ഇതിനകത്ത്. അപ്പം ആ ഒരു ക്യാരക്ടർ അതുമാതിരി നമുക്ക് തരാൻ പറ്റുകയെന്ന് പറയുന്ന വേറൊരു കാര്യം തന്നെയാണ്, വേറൊരു ലെവലാണ്. പിന്നെ ഈ ഒരു സോങ് നമ്മൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ മാജിക്കാണ് ആക്ച്വലി. കാരണം നമുക്കറിയാം ഈ ഒരു മൂവി ഇപ്പോൾ നമ്മൾ ഭീഷ്മയിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സോങ്സിനും അതിൻ്റേതായിട്ടുള്ള എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ് ഇത്. പിന്നെ ആ ഒരു മാജിക്കിന് കൂടെ തന്നെ ഇതിന് വോയിസ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണി മേനോൻ സാറാണ്. അപ്പോൾ സാറിൻ്റെ വോയിസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പണ്ട് കാലത്തെ ആ ഒരു വൈബ് കൊണ്ടുവരാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ ആരെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നു.
ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ ഇത്രയും വരുമോന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ചിലപ്പോൾ വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ വരുമായിരിക്കും. ആണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആരാ പാടി, ഇപ്പോഴത്തെ സിംഗേഴ്സിൽ ആരോടി ഉണ്ടാവില്ല, ഒന്നും കിട്ടുന്നില്ല. ഈ ഒരു സോങ്ങിലെ നമ്മളുടെ മ്യൂസിക്കും വിഷ്വലും പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഇതിൻ്റെ ലിറിക്സ്. എന്താണ് ആ ലിറിക്സ്, എന്തൊക്കെ ലൈനാ കൊണ്ടുവന്നേക്കുന്നത്, വേറെ ലെവലല്ലേ. എനിക്ക് തോന്നുന്നു ആ ഒരു അർത്ഥങ്ങളൊക്കെ വന്നത് കൊണ്ടിട്ടാണ് തോന്നുന്നു, ആ ഒരു വേർഡിങ് കറക്റ്റായിട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട് കാരണം. പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു മൂവിനകത്തെ കാര്യം പറയാം, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സോങ്ങിനകത്ത് ശരിക്കും തിയേറ്ററിൽ വേറൊരു സീനും കൂടി ഉണ്ടാകും. നിങ്ങൾ പടം കണ്ടവർ ഏകദേശം കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഒരു സ്പോയിലർ പോലെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സസ്പെൻസ് അല്ല, ചെറിയൊരു എയ്ഡ് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ആ ഒരു ഭാഗം ഇടുന്നത്. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം നേരിട്ട് നമ്മളുടെ ഫോണിൽ കാണാമെന്നുള്ള രീതിയിൽ. ഭീഷ്മയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ആകാശം പോലെ, അതായത് വേറെ അതിൻ്റെ ഒരു ഫീൽ വേറെ. രണ്ടാമത്തത് ഈ പാട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് പരദീസ് വരുന്നത്. അപ്പം ഈ ഒരു പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ 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 ലെവൽ തന്നെയാണ്. കറക്റ്റായിട്ട് എല്ലാം കൂടി ഒരു ചേരുവ ആഡ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയ പോലെയാണ്. കറക്റ്റായിട്ട് ആ ഒരു വൈബ് നമുക്ക് കിട്ടി, ആ ഒരു വിഷ്വൽ സംഭവങ്ങൾ, പിന്നെയാണെങ്കിൽ അത് പാട്ട് പാടിയിരിക്കുന്ന ആൾ, അതിൻ്റെ മ്യൂസിക്, എല്ലാ സംഭവങ്ങളും, പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ 100% കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സോങ്. കാരണം ഇതൊരൊറ്റ ആളുടെ, ചിലപ്പോൾ സുഷിൻ ശ്യാമിൻ്റെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ബാക്കി ചിലപ്പോൾ ഷൈൻ ടോം ചാക്കോന് പകരം വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുമെന്നും പറയില്ല. പിന്നെ റംസാൻ നമുക്ക് അറിയാലോ, ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് പുള്ളിക്കാരൻ്റെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു റിച്ച് സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇത് വരാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഇതേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പറയാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.